Hi dear students, welcome back to Office Automation Tools. Office Automation Toolsൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നു, അതായത് നമ്മളൊരു പുതിയ ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം എങ്ങനെ നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റുകൾ ഇൻസേർട്ട് ചെയ്യാം, ആ ടെക്സ്റ്റുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ ആ ടെക്സ്റ്റ് ഡീലിങ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു പുതിയ ഫയൽ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്കൊരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ക്രിയേറ്റിംഗ് ആൻഡ് ഓപ്പണിംഗ് എ ഡോക്യുമെൻറ്റ്, ഒരു പുതിയ ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഫയൽ ഓപ്ഷൻ ഉണ്ട്, ഫയൽ ടാബ് ഉണ്ട്. ആ ഫയൽ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതിനെയാണ് നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. ഈ ബാക്ക് സ്റ്റേജ് വ്യൂവിൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും. സേവ് ആസ്, ഓപ്പൺ, ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നൊരു ഹെഡിൽ നമുക്ക് കാണാൻ കഴിയും ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കാണാൻ കഴിയും. ദെൻ നമുക്ക് പിന്നെ ടെംപ്ലേറ്റ്സുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. office.com നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഡിസൈനുകളാണ്, അല്ലെങ്കിൽ ഫോർമാറ്റുകളാണ്. നമ്മളൊരു ലെറ്റർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെറ്ററിന് ആവശ്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എൻവലപ്സ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കാണാൻ. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ പുതിയ ഡോക്യുമെൻ്റ്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്പാണ് പറയുന്നത്. ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുക, അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അതിലും നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇവിടെ ഞാൻ ഒരു പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഡോക്യുമെൻറ്റ് 2 എന്ന ഹെഡിൽ. നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കാണാൻ കഴിയും ഡോക്യുമെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ട്. സോ പുതിയൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പുതിയ ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. സെയിം ടാബ്, ഫയൽ ടാബിൽ പോവുക, ബാക്ക് സ്റ്റേജ് വ്യൂവിലേക്ക് വരുന്നു. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓപ്പൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് പോകും. സോ നമുക്ക് നമ്മുടെ ഫോൾഡറിൽ എവിടെയാണോ നമ്മൾ അത്തരത്തിലുള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള, മീൻസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു ഫയൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു. സോ ഞാനിവിടെ ഓൾറെഡി ഒരു വേർഡ് ഫയൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു വിൻഡോയിൽ നിന്ന് നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ബ്രൗസ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വന്നു. സോ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള വേർഡ് എന്ന ഫയൽ എന്ന ഡോക്യുമെൻറ്റ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫയലിൽ പോവുക, അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ വരുന്ന വിൻഡോയിൽ നിന്നും നമ്മുടെ ഫയലിൽ നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ തൊട്ട് മുമ്പേ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫയലുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പേ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയൽസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ഒരു ഫയൽ നമുക്ക് ഇതിന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫയലുകളെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫയലുകളെ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ് എന്നുള്ളതാണ്. എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡിൽ ടെക്സ്റ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെക്സ്റ്റുകളെ മൂവ് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ പുതിയ ടെക്സ്റ്റുകൾ ഇൻസേർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ നീ കാണാൻ കഴിയും ഒരു മൗസ്, ഒരു പോയിന്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഒരു കേഴ്സർ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ കേഴ്സർ നിൽക്കുന്ന അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത്, എവിടെയാണോ ഫോണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മൗസ് പോയിന്റ് കൊണ്ടുപോയി വെക്കണം. ആ മൗസ് പോയിന്റ് എവിടെയാണോ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ തന്നെ നമ്മൾ കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റുകളെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ ദെൻ നെക്സ്റ്റ് എങ്ങനെയാണ് ഫോണ്ടുകളെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ കീബോർഡിൽ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബാക്ക് സ്പേസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള, ഇപ്പോൾ ഈ കേഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലെറ്ററുകൾ
ലെറ്ററുകൾ ഡിലീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. സോ നോക്കാം, ഞാൻ ബാക്ക് സ്പേസ് ബട്ടൺ അമർത്തുന്നു. സോ നിങ്ങൾക്ക് കാണാം ആ ഡി എന്ന് പറയുന്ന ബട്ടൺ പോയിട്ടുണ്ട്, ലെറ്റർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന ലെറ്റർ പോകുന്നു. ലെഫ്റ്റ് സൈഡിലെ ലെറ്ററുകളാണ് പോകുന്നത്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിൽ തന്നെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ടെക്സ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. ഡിലീറ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലെ ലെറ്ററുകളാണ് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകുന്നത്. നോക്കാം നമുക്ക്. ഞാനിവിടെ കേഴ്സർ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഡബ്ല്യുവിൻ്റെ ഇപ്പുറത്താണ് വെച്ചിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിലാണ് വെച്ചിട്ടുള്ളത്. സോ ഞാൻ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. സോ പോയിട്ടുള്ളത് എന്താണ്? റൈറ്റ് സൈഡിലാണ് പോയിട്ടുള്ളത് അല്ലേ. ദെൻ അതുപോലെ തന്നെ നോക്കാം നിങ്ങൾക്ക്. സോ ഒന്നുകൂടെ കാണിക്കുന്നു. ബാക്ക് സ്പേസ് ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് പോകുന്നത്. ദെൻ ഡിലീറ്റ് ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? ഡിലീറ്റ് ആയി പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണ്ടിനെ മുഴുവനായിട്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ വേർഡ് എന്ന് പറയുന്ന ഈ ലെറ്റർ, ഈ ഒരു വേർഡ് നമുക്ക് മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മുഴുവൻ സെലക്ട് ചെയ്യാവുന്നതാണ്. മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടതുണ്ട്. സോ വേർഡുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ടെക്സ്റ്റുകളെ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് പോകുന്നത്. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. സോ അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മൗസ് പോയിൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ജസ്റ്റ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡ്രാഗ് ചെയ്യുക. മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ദെൻ അതോടൊപ്പം നമുക്ക് ആരോ കീസ് ഉണ്ട് അല്ലെ. ആരോ കീസിൽ നമുക്ക് ഏത് സൈഡിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വേർഡുകളും സെലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മൗസ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കീബോർഡിൽ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആരോ കീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് മൂന്നാമത്തെ ഒരു മെത്തേഡ് നമുക്ക് മുഴുവനായിട്ട് ഈ ഒരു ഡോക്യുമെന്റിലെ മുഴുവൻ വേർഡ്സും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് കട്ടാണ് Ctrl+A. കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് എ എന്ന് പറയുന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിലെ മുഴുവൻ വേർഡും സെലക്ട് ചെയ്യുന്നതായിട്ട്, മുഴുവൻ ലെറ്ററുകളും സെലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വേർഡ് മുഴുവനായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ആ വേർഡിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വേർഡ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഞാൻ ഒരു വേർഡും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ രണ്ട് വേർഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ രണ്ട് വേർഡും എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മുഴുവനായിട്ട്, മീൻസ് മുഴുവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാരഗ്രാഫാണ്. ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ടും സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റുകളെ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ ടെക്സ്റ്റുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വേർഡ് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വേർഡ് മാത്രം സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൗസ് ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വേർഡുകളെ അല്ലെങ്കിൽ ലെറ്ററുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ടെക്സ്റ്റുകളെ സെലക്ട് ചെയ്യാം, ടെക്സ്റ്റുകളെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്, അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ഇതിനെ ഈ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ കോപ്പി ചെയ്യാൻ പോകണം. എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം എനിക്ക് കോപ്പി ചെയ്യേണ്ട ആ ഒരു പോർഷൻ, ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ്, ആ ഒരു സെന്റൻസ് ഞാൻ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം. ഇത് ഹൈലൈറ്റ് ചെയ്യാന്നാണ് പറയുക. ഈ രീതിയിൽ നമ്മളതിനെ ആ ഒരു വേർഡിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു വേർഡിന്റെ മുകളിൽ തന്നെ, ആ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷന്റെ മുകളിൽ തന്നെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അല്ല എങ്കിൽ അവിടെ ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+C എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത്, ഞാൻ മറ്റൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്, അവിടെ ഞാനാണ് കോപ്പി ചെയ്യുന്നത്, മീൻസ് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പേസ്റ്റ് ഓപ്ഷൻസ്, ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓരോ ഓപ്ഷൻസും എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേസ്റ്റ് ഓപ്ഷൻസ് ആണ്. അതിൽ കാണാൻ കഴിയും കീപ് സോഴ്സ് ഫോർമാറ്റിംഗ്,
അതുപോലെ തന്നെ കീപ്പ് മെർജ് ഫോർമാറ്റിംഗ്, അതുപോലെ തന്നെ കീപ് ടെക്സ്റ്റ് ഓൺലി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മൗസ് പോയിന്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, കാരണം സെയിം ഫോർമാറ്റ് തന്നെയാണ്, സെയിം ഡോക്യുമെന്റിലേക്ക് തന്നെയാണ് വരുന്നത്. അതേസമയം നമ്മൾ മറ്റൊരു ഡോക്യുമെന്റിൽ നിന്ന് പുതിയൊരു ഡോക്യുമെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റിൽ നിന്ന് ഈ പുതിയൊരു ഫോർമാറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൽ ചേഞ്ചസ് വരും. മീൻസ് നമ്മൾ ടേബിളൊക്കെ കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതിൽ ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയതുകൊണ്ട് അതിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുന്നില്ല. ഏതാണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ, ആ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാം. മീൻസ് അവിടെ നമ്മൾ മൗസ് പോയിന്റ് കൊണ്ടുപോയി കഴ്സർ വെക്കുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ വരും. അതുപോലെ തന്നെ പേസ്റ്റിൽ ഇവിടെ നമുക്ക് നേരത്തെ വന്ന ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അല്ല എങ്കിൽ നമുക്കതിൽ ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+V എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. സോ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് കട്ട് ചെയ്യേണ്ട ആ ഒരു വേർഡ് അല്ലെങ്കിൽ പാരഗ്രാഫ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു, കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് അവിടെ നിന്ന് കട്ടായിട്ടുണ്ട്. സോ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു പേജിലേക്ക് എന്ത് ചെയ്യുന്നത്, പേസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ പേസ്റ്റിംഗ് നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെ Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പേസ്റ്റ് ചെയ്യുന്നതായിട്ട് വരാൻ കഴിയും. കട്ട് ചെയ്യുന്നതിന് വേണ്ടി Ctrl+X എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ, ഒരു ഷോർട്ട് കട്ട് കീ കൂടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നു. സോ Ctrl+C ഫോർ കോപ്പി, Ctrl+X ഫോർ കട്ട്, ദെൻ Ctrl+V ഫോർ പേസ്റ്റ്. ഈ 3 ഷോർട്ട് കട്ട് കീകൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, Ctrl+C, ദെൻ Ctrl+X, Ctrl+V. ഓക്കെ, ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. സോ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ബാക്കി കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.